അവൻ്റെ അമ്മ എത്രയോ ദൂരത്തു നിന്ന് അവനെ അവസാനമായി കാണാൻ ഇവിടേക്ക് എത്തുകയാണ്, നാട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അവൻ്റെ അമ്മയുടെ ദുഃഖം, സഹോദരൻ്റെ അനുജൻ്റെ ദുഃഖം, അച്ഛൻ്റെ വേദനയൊക്കെ ആർക്കും ആശ്വസിപ്പിക്കാൻ കഴിയാത്ത ഒന്ന് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ആ ഒരു വൈകാരിക രംഗത്തിലേക്കാണ് നമുക്ക് ഇതിൻ്റെ കവാടത്തിലെ തിരക്ക് നമ്മൾ നേരത്തെ കണ്ടതുപോലെയൊന്നുമല്ല. നൂറുകണക്കിന് ആളുകൾ ഈ സ്കൂളിലേക്ക് അവനെ ഒരു നോക്ക് കാണാൻ, അവസാനമായി കാണാൻ, അവന് യാത്രാമൊഴി നൽകാൻ എത്തുകയാണ്. ശാരീരിക അവശതകൾ മാറ്റിവെച്ച് കൊണ്ടെത്തുന്ന വൃദ്ധരായ ആളുകളുണ്ട്, അവൻ്റെ കളിക്കൂട്ടുകാരുണ്ട്, അവൻ്റെ അധ്യാപകരുണ്ട്, അവൻ്റെ നാട്ടുകാരൊക്കെ ഇവിടേക്ക് എത്തുകയാണ്. ആർക്കും ഒരുപക്ഷെ അവനെ ജീവിതത്തിൽ ഒരിക്കൽ പോലും കണ്ടില്ല എത്രയോ ആളുകൾ ഈ അവസാന നിമിഷങ്ങൾ, അവൻ്റെ ജീവിതത്തിലെ അവസാന നിമിഷങ്ങൾക്ക് സാക്ഷിയാകാൻ എത്തുന്നു, അവനെ യാത്രയാക്കാൻ എത്തുന്നു. അത്രയധികം വേദനയായി, കേരളത്തിൻ്റെ ഒരു വേദനയായി മിഥുൻ എന്ന 13 വയസ്സുകാരൻ മാറിക്കഴിഞ്ഞു. അവൻ്റെ യാത്രയപ്പിനുള്ള തിരക്കാണ് നമ്മളിവിടെ കാണുന്നത്. വലിയ ആൾക്കൂട്ടം ഈ ഭാഗത്ത് ഉണ്ട്, വലിയ രീതിയിലുള്ള തിക്കിത്തിരക്ക് ഇവിടെയുണ്ട്. ഇനിയും ആളുകൾ ഇവിടേക്ക് എത്തും. ഈ മൃതദേഹം വരാൻ കാത്തിരിക്കുന്ന നിരവധി ആളുകൾ സ്വാഭാവികമായും ഇവിടേക്ക് ഉണ്ടാകും. നമ്മൾ കണ്ടതാണ്, മൃതദേഹം ഇവിടേക്ക് എത്താറാകുമ്പോൾ, അത് കൂടുതൽ അടുക്കുമ്പോൾ, വിലാപയാത്ര ഇവിടെ കൂടുതൽ അടുക്കുമ്പോൾ വലിയ തരത്തിലുള്ള ആളുകളുടെ തള്ളിക്കയറ്റം നമ്മൾ ഈ ഭാഗത്തേക്ക് കണ്ടതാണ്. ആ രീതിയിൽ ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ 2 മണിക്കൂർ എന്ന പൊതുദർശന സമയം നീട്ടുമോ എന്ന് അറിയണം. അത് കൃത്യമായ സമയക്രമം പാലിക്കാൻ കഴിയില്ലെന്ന് തന്നെ നമുക്ക് ഈ ഘട്ടത്തിൽ കരുതേണ്ടി വരും. ഒരുപക്ഷെ ഇന്നും സ്കൂളിൽ വന്നു പോകേണ്ട കുട്ടി, ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ വന്ന് പോകേണ്ട കുട്ടി ഈ അധ്യയന വർഷത്തിൻ്റെ ആദ്യ പരീക്ഷ അടുത്തയാഴ്ച തുടങ്ങാനിരിക്കുന്നു. അതിനുപോലും അവൻ കാത്തുനിന്നില്ല. അവൻ്റെ പുതിയ സ്കൂളാണ്, മാസങ്ങൾ മാത്രമാണ് അവനിവിടെ പഠിക്കാനായത്. അവൻ ഹൈസ്കൂളിൽ വന്നപ്പോഴാണ് ഈ തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലേക്ക് എത്തിയത്. അവിടെ അവന് ഒരു ടേം പോലും പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. അതിനിടെ തന്നെ അവൻ്റെ കൂട്ടുകാർ നമ്മൾ സംസാരിക്കുക പറഞ്ഞ മിടുക്കനായ കുട്ടിയായിരുന്നു എന്ന് കൂട്ടുകാർ പോലും പറയുമ്പോൾ, എല്ലാത്തിനും മിടുക്കനായ കുട്ടി, കൂട്ടുകാർക്ക് വേണ്ടി അവൻ്റെ ജീവനോളം വിലയുള്ള ഒരു റിസ്ക് ഏറ്റെടുക്കുകയായിരുന്നു. പലരും വേണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ അത് ഏറ്റെടുത്തു. എൻ്റെ കൂട്ടുകാരൻ്റെ ചെരുപ്പെടുക്കാൻ കയറിയ മിഥുൻ എന്ന കുട്ടി അവൻ്റെ ജീവിതം തന്നെയാണ് അതിന് പകരം കൊടുക്കേണ്ടി വന്നത്. വലിയ രീതിയിലുള്ള തിരക്ക് ഇപ്പോൾ തന്നെ ഇവിടെ ഉണ്ട്. അകത്തേക്ക് കയറാൻ പോലും കഴിയാത്ത തരത്തിലുള്ള തിരക്ക് ഇവിടെ അനുഭവപ്പെടുന്നുണ്ട്. ഇനിയും ആളുകൾ ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. സ്കൂളിൻ്റെ മട്ടുപ്പാവിൽ ചുറ്റുമുള്ള വീടുകളുടെ ടെറസുകളിൽ, റോഡിൽ ഒക്കെ ആളുകൾ തിക്കിത്തിരക്കുകയാണ്. ഇവിടേക്ക് അവസാനമായി മിഥുൻ എന്ന കുട്ടിയെ കാണാൻ, അവന് യാത്രാമൊഴി നൽകാൻ ആളുകൾ ഇവിടെ അക്ഷരാർത്ഥത്തിൽ തിക്കിത്തിരക്കുന്നു, ഒഴുകിയെത്തുന്നു. അഭിലാഷ്. യെസ്, വലിയ ആൾക്കൂട്ടം, നൂറുകണക്കിന് ആളുകൾ മിഥുനെ ഒരു നോക്ക് കാണാനായി എത്തിയിരിക്കുന്നു. മിഥുൻ പഠിച്ച സ്കൂൾ, ഈ വർഷമാണ് മിഥുൻ ഈ സ്കൂളിലേക്ക് എത്തിയത്. ഹൈസ്കൂൾ വിദ്യാഭ്യാസത്തിൻ്റെ ഭാഗമായാണ് മിഥുൻ തേവലക്കരയിലെ സ്കൂളിലേക്ക് എത്തിയത്. ആ സ്കൂളിൽ മിഥുനെ കാത്തിരുന്നത് ഇത്രയും വലിയ ദുരന്തമാണ്. ഒരു ജീവൻ്റെ വില നൽകേണ്ടി വരും എന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല. വളരെ മിടുക്കനായി പഠിക്കുന്ന വിദ്യാർത്ഥി ആയിരുന്നു മിഥുൻ. പഠനേതര വിഷയങ്ങളിലും സമർത്ഥനായിരുന്നു മിഥുൻ. അങ്ങനെയുള്ള മിഥുൻ ആണ് ഒരു സംവിധാനത്തിൻ്റെ അനാസ്ഥയിൽ മരണപ്പെട്ടു പോകുന്നത്. മിഥുൻ മടങ്ങുമ്പോൾ വലിയ ആൾക്കൂട്ടം മിഥുനെ യാത്രയാക്കാൻ ഒരുങ്ങി നിൽക്കുന്നു. അവരൊന്നടങ്കം ഒരു നോക്കെങ്കിലും മിഥുനെ കാണാൻ വേണ്ടി എത്തിയവർ ആണ്. തേവലക്കരയിലെ സ്കൂൾ അങ്കണം ജനസാഗരമായി മാറിയിരിക്കുന്നു. ഇപ്പോഴും ആളുകൾ അവിടേക്ക് എത്തിക്കൊണ്ടേ ഇരിക്കുന്നു. അവർ എവിടെ നിന്നുള്ളവർ എന്നൊന്നും അറിയില്ല. നിരവധിയായ ആളുകൾ, ഒരുപക്ഷെ മിഥുനെ നേരിട്ട് ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത ആളുകൾ, മിഥുനെ പരിചയമില്ലാത്ത ആളുകൾ, മിഥുൻ്റെ കുടുംബത്തെക്കുറിച്ച് അറിയാത്ത ആളുകൾ, അങ്ങനെയൊക്കെയുള്ള ആളുകൾ ആയിരിക്കാം ഇവിടേക്ക് ഒഴുകിയെത്തുന്നത്. പക്ഷേ ആൾക്കൂട്ടത്തിൽ മിഥുനെ നേരിട്ടറിയാവുന്ന നിരവധിയായ ആളുകളുമുണ്ട്. മിഥുനോടൊപ്പം കളിച്ച് ചിരിച്ചു വളർന്ന കുട്ടികളുണ്ട്. മിഥുൻ്റെ ക്ലാസ്സിൽ ഒരുമിച്ചുണ്ടായിരുന്ന സുഹൃത്തുക്കളുണ്ട്. മിഥുൻ്റെ അടുത്തിരുന്ന് പഠിച്ചിരുന്നവർ ഉണ്ട്. ആ ക്ലാസ് മുറിയിൽ ഉണ്ടായിരുന്നവർ ഉണ്ട്. അവർക്കൊന്നും മിഥുൻ്റെ വിയോഗം താങ്ങാനാകാത്ത ഒന്നാണ്. നേരത്തെ ഡാൻ അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യുമ്പോൾ എങ്ങനെയാണ് ഈ അപകടമുണ്ടായത് എന്ന് കൂട്ടുകാർ പറഞ്ഞിരുന്നു. അവർക്കിപ്പോഴും ഉൾക്കൊള്ളാൻ സാധിക്കുന്നില്ല. മിഥുനോട് അവിടെ കയറി ആ ചെരുപ്പെടുക്കേണ്ട എന്നവർ പറഞ്ഞതായിരുന്നു. പക്ഷേ അവരുടെ കണ്ണ് വെട്ടിച്ച്
കൂട്ടുകാരൻ്റെ ചെരുപ്പെടുക്കാൻ വേണ്ടിയാണ് മിഥുൻ ആ ഷെഡിലേക്ക് കയറിയിരുന്നത്. പക്ഷേ അവൻ ഇങ്ങനെയൊരു അപകടം പതിയിരിക്കുന്നത് ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല എന്നത് ഉറപ്പാണ്. അങ്ങനെ കൂട്ടുകാരനെ സഹായിക്കാനായിരുന്നു മിഥുൻ ശ്രമിച്ചത് എങ്കിൽ അതിനൊരു ജീവൻ്റെ വില നൽകേണ്ടി വന്നു എന്നതാണ്. അത് കടുത്ത അനാസ്ഥയുടെ വിലയാണ്. ഒരു 13കാരൻ്റെ വില. എത്രയോ സ്വപ്നങ്ങൾ കണ്ടു വളർന്ന ഒരു കുട്ടിയായിരിക്കും ഇപ്പോൾ മരണപ്പെട്ടിട്ടുള്ളത്. ആ കുടുംബത്തിൻ്റെ തീരാ നോവായി മിഥുൻ മാറുന്ന സാഹചര്യം. 13 വയസ്സുവരെ വളരെ കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടുകൾ സഹിച്ച് വളർത്തിയ മകൻ, അവൻ വളർന്നു വലുതാകുമ്പോൾ അവരുടെ ദുരിതത്തിന് ആശ്വാസമുണ്ടാകും എന്ന് തീർച്ചയായും ആ കുടുംബം പ്രതീക്ഷിച്ചിട്ടുണ്ടാകും. സുജ എന്ന മിഥുൻ്റെ അമ്മ വിദേശത്ത് ജോലി ചെയ്തത് ആ മകന് വേണ്ടിയായിരുന്നു. ആ മകൻ ആണ് ഇപ്പോൾ സ്കൂളിൽ മികച്ച വിദ്യാഭ്യാസത്തിന് വേണ്ടി അയച്ച സ്കൂളിൽ ചേതനയറ്റ നിലയിലേക്ക് എത്തുന്നത്. കൂട്ടുകാരുടെ അച്ഛനമ്മമാർ എല്ലാവരും സ്വന്തം മകനെ പോലെ മിഥുനെ യാത്രയാക്കുന്ന സാഹചര്യം. ഒരു മകൻ നഷ്ടപ്പെടുമ്പോഴുണ്ടാകുന്ന വേദന പോലെ ആ വേദനയോടൊപ്പം ചേരുന്ന സാഹചര്യം. അങ്ങനെ അത്രമേൽ വലിയ പ്രതിസന്ധി ആ കുടുംബം നേരിടുമ്പോൾ ആ കുടുംബത്തോടൊപ്പം ഒരു നാട് ഒന്നാകെയുണ്ട് എന്നതാണ് ഇപ്പോഴത്തെ സാഹചര്യം. പക്ഷേ ആ നാടിനോ ഈ നാട്ടുകാർക്കോ ഈ ആൾക്കൂട്ടത്തിനോ ഒന്നും മിഥുനെ തിരിച്ചു നൽകാനാവില്ല എന്നതാണ് വസ്തുത. അതാണ് ഏറെ സങ്കടകരം. അത് ഒരു സംവിധാനത്തിൻ്റെ അനാസ്ഥയുടെ ഭാഗമാണ് എന്നത് അതിലേറെ ചിന്തിപ്പിക്കേണ്ട ഒന്നാണ്. നമ്മുടെ സംവിധാനങ്ങൾ പിഴവുകൾ വരുത്തുമ്പോൾ ആ പിഴവിന് എത്ര വലിയ വിലയാണ് നൽകേണ്ടി വരുന്നത് എന്ന് നമ്മുടെ അധികാരികളും ഭരണകൂടവും ഉദ്യോഗസ്ഥരും എല്ലാവരും ചിന്തിക്കേണ്ട സമയം കൂടിയാണ് കടന്നു പോകുന്നത്. ഒരു ജീവൻ നഷ്ടമായപ്പോൾ എങ്ങനെയാണ് അധികാരികൾക്ക് ഇടപെടാൻ ഇത്ര വേഗം സാധിച്ചത്? എങ്ങനെയാണ് ആ പിഴവ് തിരുത്താൻ സാധിക്കുന്നത്? ആ 3 ഫേസ് ലൈൻ എങ്ങനെയാണ് മണിക്കൂറുകൾക്കകം അവിടെ നിന്ന് മാറ്റാൻ സാധിക്കുന്നത് എന്നതാണ്. ഒരു പക്ഷേ ഇത് നേരത്തെ ചെയ്തിരുന്നു എങ്കിൽ മിഥുൻ എന്ന കുട്ടിക്ക് ജീവൻ നഷ്ടമാകുമായിരുന്നില്ല. ഈ പിഴവ് തിരുത്തിയിരുന്നുവെങ്കിൽ ഇങ്ങനെയൊരു മകനെ ആ കുടുംബത്തിന് നഷ്ടമാകുമായിരുന്നില്ല എന്നത് ഉറപ്പാണ്. അത്രമേൽ സാമ്പത്തികമായി പ്രതിസന്ധി നേരിടുന്ന ഒരു കുടുംബത്തിൽ ആയിരുന്നു മിഥുൻ ജനിച്ചതും വളർന്നതും എല്ലാം. അവൻ്റെ സ്വപ്നങ്ങൾ ആ വീട്ടിലെ ചുവരുകളിൽ പതിഞ്ഞിരുന്നു, ചിത്രങ്ങളായി പതിഞ്ഞിരുന്നു. ആ ചിത്രങ്ങളിൽ എല്ലാം ഉണ്ടായിരുന്നു. അവൻ ഫുട്ബോൾ കളിയേറെ ഇഷ്ടപ്പെട്ടിരുന്നു. അവനേറെ ഇഷ്ടപ്പെട്ടിരുന്ന ആ ഗ്രൗണ്ടിൻ്റെ ചിത്രം ആ വീട്ടിലെ ചുവരുകളിൽ ഉണ്ട്. അവൻ സ്വപ്നം കണ്ട ഒരു വീടിൻ്റെ ചിത്രം ആ ചുവരുകളിൽ ഉണ്ട്. അങ്ങനെയൊക്കെ വളർന്ന ഒരു കുട്ടി അവൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും സഹോദരൻ്റെയും പേരുകൾ അവൻ എഴുതി വച്ചിരുന്നു ആ ഭിത്തിയിൽ എന്നതാണ്. അങ്ങനെ വലിയ സ്വപ്നങ്ങൾ കണ്ടു വളരുന്ന, മിടുക്കനായി വളരുന്ന ഒരു കുട്ടിയാണ് ഇപ്പോൾ നഷ്ടമാകുന്നത്. ആ കുട്ടിക്കാണ് യാത്രാമൊഴി ഏകുന്നത്. ഒരു നാടൊന്നടങ്കം ഇപ്പോൾ തേവലക്കര സ്കൂളിലേക്ക് ഒഴുകിയെത്തുന്നു എന്നുള്ളതാണ്. കോരിച്ചൊരിയുന്ന മഴയത്തും ആ നിലയ്ക്കാത്ത ആൾപ്രവാഹമായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ അന്തരീക്ഷം തെളിഞ്ഞു നിൽക്കുന്നു, മഴ മാറി നിൽക്കുന്നു എന്നതാണ്. ഇതാ 100 കണക്കിന് ആളുകൾ നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കുന്നുണ്ട്. മിഥുന് അന്ത്യയാത്ര നൽകുന്നതിന് വേണ്ടിയാണ് ഈ വലിയ ആൾക്കൂട്ടം അവിടേക്ക് ഒഴുകിയെത്തിയിട്ടുള്ളത്. അതിൽ തന്നെ മിഥുനെ പഠിപ്പിച്ചിരുന്ന അധ്യാപകരുണ്ട്, അനധ്യാപകർ ഉണ്ട്, വിദ്യാർത്ഥി സുഹൃത്തുക്കൾ ഉണ്ട്, മുതിർന്ന വിദ്യാർത്ഥികൾ ഉണ്ട്, സഹപാഠികൾ ഉണ്ട്. അവരെല്ലാവരും ഒരു നോക്ക് കാണാനായി തിരക്ക് കൂട്ടുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. ഇനി മിഥുൻ ആ സ്കൂളിലേക്ക് ഇല്ല. ഇനി മിഥുനെ ആ സ്കൂളിൽ അവർക്ക് കാണാൻ സാധിക്കില്ല. മിഥുന് അന്ത്യോപചാരം അർപ്പിക്കാൻ നിരവധി പേർ എത്തിയിരിക്കുന്നു. അരുൺ തുടരുന്നുണ്ട്. അരുൺ, വലിയ ആൾക്കൂട്ടം, ഈ സ്കൂളും പരിസരവും എല്ലാം ജനങ്ങളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ആരൊക്കെയാണ് പ്രമുഖർ, ജനപ്രതിനിധികൾ ഉൾപ്പെടെയൊക്കെയുള്ളവർ നേരത്തെ സ്കൂളിൽ എത്തിയിരുന്നല്ലോ, അവരൊക്കെ ഇവിടെ തുടരുകയാണോ? വലിയ ആൾക്കൂട്ടമുണ്ട്. അതിൽ സാധാരണക്കാരുണ്ട്, എംപിയും MLAയും അടക്കമുള്ള ജനപ്രതിനിധികളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട് മിഥുനെ യാത്രയാക്കാൻ. അവന് അവസാന യാത്രാ മൊഴി നൽകാൻ എല്ലാവരും ഇവിടെ എത്തുന്നുണ്ട്. അതിൽ അഭിലാഷ് സൂചിപ്പിച്ച പോലെ തന്നെയാണ്
അവനെ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ആളുകളുണ്ടാകാം, അവനൊപ്പം കളിച്ചും പഠിച്ചും വളർന്ന കൂട്ടുകാരുണ്ടാകാം, അവൻ്റെ നാട്ടുകാരുണ്ടാകാം. അവനെ ഓരോ ദിവസവും ഈ സ്കൂളിലേക്ക് വരുമ്പോൾ അവൻ സംസാരിച്ച് വന്നിരുന്ന ആളുകൾ അവനോട് അവൻ പല ആളുകളുമായും സ്വാഭാവികം സംസാരിച്ചും കളിച്ചും ചിരിച്ചുമൊക്കെ വന്ന വഴികളാണ്. അത്തരത്തിലുള്ള ആളുകൾ ഇവിടെ ഉണ്ടാകാം. അങ്ങനെ എല്ലാവരുടെയും ഒരു ദുഃഖമായി മിഥുൻ മാറുകയാണ്. എല്ലാവരുടെയും മനസ്സിലെ വേദനയായി മിഥുൻ മാറുകയാണ്. എല്ലാവരും തന്നെ ഇവിടേക്ക് ഇപ്പോഴും എത്തുന്നുണ്ട്. വലിയ ക്യൂ നമുക്കിവിടെ ഇപ്പോൾ രൂപപ്പെട്ട് കഴിഞ്ഞു. നേരത്തെ നമ്മൾ കണ്ടതിനൊക്കെ അപ്പുറത്തേക്ക് വലിയൊരു ക്യൂ ആയി ഈ ആൾക്കൂട്ടം മാറിക്കഴിഞ്ഞു. ഇത് സ്കൂളിൻ്റെ രണ്ട് വശത്തേക്കുമുള്ള ക്യൂ ആയി ആൾക്കൂട്ടം മാറിക്കഴിഞ്ഞു. അവർ കാത്തു നിൽക്കുകയാണ് ഇതിനെ യാത്രാമൊഴി നൽകാൻ. ഇതിനെ അവസാനമായി അവനെ ഒരു നോക്ക് കാണാൻ. വലിയ തിരക്കാണ്, നൂറുകണക്കിന് പേർ എന്നതൊക്കെ അക്ഷരാർത്ഥത്തിൽ അത്രയധികം ആളുകൾ ഇവിടെയുണ്ട്. ഈ റോഡിന്റെ ഇരുവശങ്ങളിലുമുണ്ട്. അതിന് പുറമെ ഈ സ്കൂളിന്റെ ഉള്ളിലുള്ള തിരക്ക് തന്നെ വലിയ ആൾക്കൂട്ടമായത് മാറിക്കഴിഞ്ഞു. അക്ഷരാർത്ഥത്തിൽ തിങ്ങി ആളുകൾ നിൽക്കുകയാണ്. നേരത്തെയൊക്കെ നമ്മൾ കണ്ടത് വളരെ കുറച്ച് ആളുകൾ മാത്രമായിരുന്നുവെങ്കിൽ ഈ മൃതദേഹം ഇവിടെ എത്തിക്കഴിയുമ്പോൾ വലിയ തരത്തിലുള്ള ആൾക്കൂട്ടമായി മാറുന്നു. നിയന്ത്രിക്കാൻ അവൻ്റെ കൂട്ടുകാർ, സ്കൗട്ട്സിൽ ഉള്ള കുട്ടികൾ, NCC കുട്ടികളൊക്കെ നിയന്ത്രിക്കാൻ പാടുപെടുന്നുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥരുണ്ട്, രക്ഷകർത്താക്കളുണ്ട്, ഈ സ്കൂൾ മാനേജ്മെന്റ് അധികൃതരുണ്ട്. ഈ സ്കൂളിന്റെ മുകൾ ഭാഗത്ത് പോലും കെട്ടിടത്തിന്റെ മുകളിൽ പോലും ആളുകൾ കാത്തു നിൽക്കുകയാണ്. അവന്റെ കൂട്ടുകാർ കാത്തു നിൽക്കുകയാണ് അവനെ ഒന്ന് കാണാൻ. അവരുടെയൊക്കെ മുഖത്തെ ആ വേദന നമുക്ക് പറഞ്ഞറിയിക്കാൻ കഴിയാത്തതാണ്. തങ്ങൾക്ക് ഒപ്പം ഇന്നും ഉണ്ടാകേണ്ടിയിരുന്ന, നാളെയും തങ്ങൾക്കൊപ്പം കളിക്കേണ്ടിയിരുന്ന കൂട്ടുകാരൻ, ഒരുപക്ഷെ അവന്റെ ഒപ്പം പഠിച്ചവരാകാം, അവന്റെ അനിയന്മാരാകാം, അവൻ പ്രായം കൂടിയ കുട്ടികളുണ്ടാകാം. എല്ലാവർക്കും ഒരിക്കലും മറക്കാത്ത, ഒരിക്കലും അവർ മനസ്സിൽ നിന്ന് പോകാത്ത ഒരു വേദനയായി മിഥുന്റെ ഈ വിടവ് മാറുകയാണ്. ആ കുട്ടികളുടെയൊക്കെ മുഖങ്ങളിൽ നമുക്കത് വായിച്ചെടുക്കാം. എത്രത്തോളം ദുഃഖിതരായാണ് ഓരോ കുട്ടിയും നിൽക്കുന്നത്. അവരുടെ ആ മുഖത്തെ എല്ലാം നഷ്ടപ്പെട്ട ഒരു പ്രതീതി. എങ്ങനെയാണ് അവർ ഇനിയുള്ള ദിവസങ്ങളിൽ ഇവിടെ വരുമ്പോൾ എങ്ങനെ കളിച്ചിരിച്ച് നടക്കാനാകും അവർക്ക്? അവൻ ഒരുപക്ഷെ എല്ലാ ദിവസവും അസംബ്ലിക്ക് നിൽക്കാറുള്ള അവന്റെ സ്കൂൾ മുറ്റം ഇന്ന് അവൻ നിശ്ചലമായി അവിടെ കിടക്കുമ്പോൾ അവന്റെ കൂട്ടുകാർ, അവന്റെ നാട്ടുകാർ, അവന്റെ വേണ്ടപ്പെട്ടവർ ഒക്കെ അവിടെ കാത്തു നിൽക്കുകയാണ് അവനെ യാത്രാമൊഴി നൽകാൻ. ഈ സ്കൂളിന്റെ നടുമുറ്റത്ത് അവൻ ഓടിക്കളിച്ച് എത്രയോ ദിവസങ്ങളുണ്ടാകാം. അവിടെ അവൻ ഈ പറഞ്ഞതുപോലെ കിട്ടുന്നതെല്ലാം ഫുട്ബോളായി കണ്ട് തട്ടിക്കളിച്ച മുറ്റമാണിത്, ആ മണലാണിത്. തൊട്ടുപുറകിലാകെ സ്കൂളിന്റെ മൈതാനമുണ്ട്. അവിടെ അവൻ കളിച്ചു വളർന്ന സ്ഥലമാണ്. അവന്റെ ഓരോ മണിക്കൂറുകളും അവന്റെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ മണിക്കൂറുകൾ അവൻ ചിലവഴിച്ച ആ സ്ഥലമാണ്. നമുക്കറിയാം, അക്ഷരാർത്ഥത്തിൽ ഇവിടെ ഇപ്പോൾ ഈ ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. മണ്ണ് വാരിയിട്ടാൽ താഴെ വീഴാത്ത അത്ര ആൾക്കൂട്ടം ഈ സ്കൂൾ മുറ്റത്ത്, വളരെ ചെറിയ മുറ്റമാണ്. അവിടെ അക്ഷരാർത്ഥത്തിൽ തിങ്ങി നിറയുന്നു ആളുകൾ. കെട്ടിടത്തിന്റെ മുകളിലും സമീപങ്ങളിലും ഒക്കെ തിക്കിത്തിരക്കുകയാണ് ആൾക്കൂട്ടം. എങ്ങനെയും അവനെ ഒരു നോക്ക് കാണാൻ, അവനൊന്ന് യാത്രാമൊഴി നൽകാൻ ആളുകൾ അക്ഷരാർത്ഥത്തിൽ തിക്കിത്തിരക്കുകയാണ്. എങ്ങനെയാണ് ഈ നാട് ഒരു കുട്ടിയെ, ഈ ഒരു മരണത്തെ ആ വേദനയായി, നാടിന്റെ വേദനയായി ഏറ്റെടുത്തതെന്ന് വ്യക്തമാക്കുന്നതാണ്. വലിയ തിരക്കാകുമ്പോൾ സ്വാഭാവികമായും നാട്ടുകാരുടെ ചില പ്രതിഷേധ സ്വരങ്ങളും ഉയരുന്നുണ്ട്. പക്ഷേ ഈ തിരക്ക് വർദ്ധിക്കുന്നത് കൊണ്ടാകാം, അവിടെ അത്ര ക്രമീകരണമില്ലാത്തത് കൊണ്ടാണോ എന്നറിയില്ല. ചില നാട്ടുകാർക്കിടയിൽ ഉറക്കെ സംസാരിക്കുന്നുമുണ്ട്. ഏതായാലും നാടിന്റെ തന്നെ ഒരു ദുഃഖമായി അവൻ മാറുകയാണ്.